നമ്മളിന്ന് എവിടെ വന്നിരിക്കുന്നതെന്നറിയോ? നമ്മൾ പാലക്കാട് കൊല്ലംകോടാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മുടെ പഴയ പച്ചപ്പും ഹരിതോബയും ഒക്കെ തിങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം പാലക്കാടിലെ കൊല്ലംകോടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാടിലപ്പോൾ കുറേ ആഗ്രഹിച്ചാണ് കേട്ടോ ഗൈസ് കൊല്ലംകോട് വരാൻ, പക്ഷേ പറ്റിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു സ്പോട്ടിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ സിനിയാൻ്റെ അവിടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആൻറ്റിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. യൂട്യൂബ് ചാനൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം, എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആര്യൻസ് വിത്ത് ഫാമിലി എന്നാട്ടോ ഗൈസ് പേര്. നമ്മളെല്ലാവരും നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് സ്പോട്ടിലൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ 3 പേര് ഒരു കാറിലായിരുന്നു, ബാക്കിയുള്ളവർ വേറെ കാറിലാണ്. അപ്പം നമ്മളുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. നമ്മൾ ഇറങ്ങിയപ്പോഴേ 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ കൊല്ലംകോട് എത്തിയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി ഗൈസ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പരിപാടിക്ക് പോകുന്നത്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയ മലബാർ എന്ന് പറഞ്ഞൊരു കടയിലാട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് അത് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഫുഡ് വരാൻ കുറച്ച് വൈകി, എന്നാലും നല്ല ഫുഡായിരുന്നു. ഞാൻ മന്തി കഴിക്കത്തില്ല, എനിക്ക് മന്തി ഇഷ്ടമല്ല. ഞാൻ ബിരിയാണി കഴിച്ച, ബാക്കി എല്ലാവരും മന്തി കേട്ടോ ഗൈസ് കഴിച്ചത്. എന്നിട്ട് നമ്മളടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. എന്ത് അടിപൊളി വ്യൂ ആണെന്നറിയോ ഗൈസ്. എവിടെ തിരിഞ്ഞാലും പച്ചപ്പും ഹരിദ്വാരയും മാത്രം ഗൈസ്. ഈ കുന്നും മലയും മരങ്ങളും ഒക്കെ കാണാൻ ഇത്ര ഭംഗിയുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ആ എക്സ്പീരിയൻസിന് പറ്റിയൊരു സ്ഥലമാണ് ഗൈസ് കൊല്ലംകോട്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയുന്നത് ഭയങ്കര ട്രൂ ആണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ, എല്ലാവരും കയറി നോക്കണം കേട്ടോ ഗൈസ്. നമ്മൾ അവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റും വാട്ടർഫോൾസും ആയിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഗൈസ് പോയത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ പാവുമായിരുന്നു ഗൈസ്. നമുക്കിനി അപ്പോൾ കുറച്ച് വീഡിയോ ഫോട്ടോ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ വേണം എടുക്കാൻ ഗൈസ്. നമ്മളപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ ഗൈസ് അവിടെ കയറുന്നത് ഇറങ്ങുന്നതൊക്കെ. നിങ്ങൾ ഈ നേച്ചർ വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ഥലം തപ്പി നടക്കണമെങ്കിൽ ഗൈസ്, ദിസ് പ്ലേസ് കുഡ് ബി എ റിയലി അമേസിങ് ചോയ്സ് ഗൈസ്. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ആ ഒരു നേച്ചർ ലവും ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് പിന്നെ അവിടെ നിന്ന് വരാൻ തോന്നത്തില്ല. അത്ര രസമാണ് ഗൈസ് അവിടുത്തെ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, അവിടെ നേരിട്ട് പോയാൽ അത്രയ്ക്ക് രസമാണ്. പിന്നെ നമ്മൾ അവിടുത്തെ വാട്ടർഫോൾസിൽ ചെറുതായിട്ട് ഇറങ്ങി ഗൈസ്. മുഴുവനായിട്ട് ഇറങ്ങാൻ പറ്റില്ല, കാര്യം ഡ്രസ്സൊക്കെ നമ്മുടെ ഒരു മാറാൻ വേറെ ഡ്രസ്സില്ല ഗൈസ്. ഗൈസ് ആ മൂമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല രസമായിരുന്നു അവിടത്തേക്ക്. നല്ല തണുത്ത വെള്ളത്തിൽ കാലൊക്കെ മുക്കി ഇരുന്നിട്ട് ഈ മീനൊക്കെ വന്ന് തട്ടുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ ഗൈസ്, സൂപ്പറായിരുന്നു. വെള്ളത്തിലൊക്കെ കളിച്ച് തിമിർത്ത് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവൾക്ക് വെള്ളത്തിൽ നന്നായി ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. അതെ ഗൈസ്, എനിക്ക് വെള്ളത്തിലിറങ്ങാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ നമ്മൾ പ്രിപ്പയർഡല്ലാതെ വന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ സ്പോട്ടായിട്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി കുറച്ച് റീലൊക്കെ എടുത്തു. ഞങ്ങൾ താഴെ ഇറങ്ങി ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടോ ഗൈസ്. വെയിലുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരുപാട് ഹോട്ട് ഫീൽ ചെയ്യത്തില്ല. അത്രയ്ക്ക് ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ല അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് വന്നു കേട്ടോ ഗൈസ്. അവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഗൈസ്, പൊളിയായിരുന്നു. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട്, താമരപ്പാടം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ 30 രൂപ. വെറുതെ ഇരിക്കുന്ന പാടം കാണാൻ 30 രൂപ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ വേറൊരു പാടത്തിൻ്റെ സൈഡിൽ വന്നു കേട്ടോ ഗൈസ്. അതിൽ കൂടിയൊക്കെ നടക്കുമ്പോഴുള്ള ഫീലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഇറ്റ് ഹാസ് നോ വേർഡ് ടു എക്സ്പ്ലെയിൻ ഗൈസ്. അത്രയ്ക്ക് സൂപ്പറാണ്. നേരെ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റാ പേജിലും യൂട്യൂബ് റീലും ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ കയറി ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ നമ്മൾ വീടെത്തേണ്ട സമയമായി. അപ്പോഴേക്കും ഇവരെല്ലാവരും വന്നു, നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ടാറ്റ ബൈ.